അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സത്യവിശ്വാസികളെ, നാം എല്ലാവരും കാത്തിരുന്ന, കൊതിച്ചിരുന്ന ആ ദിവസം നമ്മിലേക്ക് സമാഗതമായി. പരിശുദ്ധമായ റമളാൻ. ആ റമളാനിന്റെ ഒന്നാമത്തെ രാത്രിയിലാണ് നാം ഉള്ളത്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വ ഇന്നല്ലാഹ തആല യൻദുറു ഫി അവ്വലി ലൈലത്തിൻ മിൻഹു ഇലൽ മുസ്ലിമീന. പരിശുദ്ധമായ റമളാനിന്റെ ആദ്യ രാത്രിയിൽ അല്ലാഹു തആല മുസ്ലിമീങ്ങളിലേക്ക് നോക്കുന്നതാണ്. വമൻ നളറ ഇലൈഹി, ഒരാള് അല്ലാഹു തആല നോക്കിയാൽ ലം യുഅദ്ദിബുഹു, അല്ലാഹു അവനെ ഒരിക്കലും ശിക്ഷിക്കുകയില്ല. വയഗ്ഫിറു ലഹും, അള്ളാഹു അവൻക്ക് പുറത്തു കൊടുക്കുന്നതാണ് ഫി ആഖിരി ലൈലത്തി മിൻഹു, പരിശുദ്ധമായ റമളാനിന്റെ അവസാന രാത്രിയിൽ. പല ആളുകൾക്കും മാസം കണ്ട തിരക്കുകൾ കാരണം ആദ്യ ദിവസത്തെ ജമാഅത്തും തറാവീഹും ഒക്കെ നഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ ഇന്നത്തെ രാത്രി എന്ന് പറയുമ്പോൾ റമളാനിലെ ആദ്യത്തെ രാത്രി അത് പ്രത്യേകം പാപമോചനത്തിന്റെ രാത്രിയാണ് എന്ന് നാം ആരും മറന്നു പോകാൻ പാടില്ല. ആരിഫീങ്ങളിൽ നിന്നുള്ള ചില ആളുകൾ പറയുന്നുണ്ട്, മൻ ഖറഅ സൂറത്തുൽ ഫത്ഹി ഇൻദ റുഅയത്തി ഹിലാലി റമളാന ഫി അവ്വലി ലൈലത്തിഹി, പരിശുദ്ധമായ റമളാനിന്റെ ആദ്യ രാത്രിയിൽ ആരെങ്കിലും സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്തു കഴിഞ്ഞാൽ വസ്സഅല്ലാഹു റിസ്ഖഹു, അല്ലാഹു തആല അവന്റെ റിസ്ഖിനെ, അവന്റെ സമ്പത്തിനെ, അവന്റെ ഭക്ഷണത്തെ, അവന്റെ ദുനിയാവിലെ ജീവിതത്തെ അല്ലാഹു തആല വിശാലമാക്കുന്നതാണ് ഫീ ദാലിക്കൽ ആമി, ആ വർഷം ഇലാ ആഖിരിഹി. അപ്പോ ഈ റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ അല്ലാഹു തആല അവന്റെ റിസ്ഖിൽ വിശാലത ചെയ്യുന്നതാണ് എന്ന് ആരിഫീങ്ങൾ പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫത്ഹുൽ മുഈനിൽ ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. മൻ സ്വല്ലൽ മഗ്രിബ വൽ ഇശാഅ ഫീ ജമാഅത്തിൻ ഹത്താ യൻഖളിയ ശഹ്റു റമളാൻ, പരിശുദ്ധമായ റമളാനിന്റെ ഒന്നാമത്തെ ദിവസം മുതൽ റമളാൻ അവസാനിക്കുന്ന ദിവസം വരെ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ദിവസം മുതൽ റമളാനിന്റെ അവസാന ദിവസം വരെ മഗ്രിബ് നിസ്കാരവും ഇശാ നിസ്കാരവും ജമാഅത്തായി നിസ്കരിച്ചു കഴിഞ്ഞാൽ ഫഖദ് അഖദ മിൻ ലൈലത്തുൽ ഖദ്രി, അവൻക്ക് ആ ലൈലത്തുൽ ഖദ്ർ, ആ റമളാനിലെ ലൈലത്തുൽ ഖദ്ർ ലഭിക്കുന്നതാണ്. ബിഹദ്ദിൻ വാഫിരിൻ, വിശാലമായി കൊണ്ട് തന്നെ അവൻക്ക് ലൈലത്തുൽ ഖദ്ർ ലഭിക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട്. അവിടെ തന്നെ അതിന്റെ ശറഹിൽ കാണാം, ഒന്നാമത്തെ ദിവസം മുതൽ അവസാന ദിവസം വരെ ഇടമുറിയാതെ ജമാഅത്തായിട്ട് മഗ്രിബ് നിസ്കാരവും ഇശാ നിസ്കാരവും നിസ്കരിച്ചാലാണ് ഈ പവിത്രത ലഭിക്കുക എന്ന് മഹാന്മാർ ഓർമ്മപ്പെടുത്തിയ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളെല്ലാം പ്രാവർത്തികമാക്കിക്കൊണ്ട് ഈ റമളാനിനെ ധന്യമാക്കാൻ ഞാനും നിങ്ങളും തയ്യാറാവേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.